മെസ്സിക്കെല്ലാം കിട്ടിയത് ബാഴ്സലോണയിൽ നിന്നതല്ലേ എന്നുള്ള ഒരു സാധനത്തിനുള്ള ഒരു റിപ്ലൈ വീഡിയോ പോലെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ടായിരുന്ന കുറേ പേരുടെ കമൻറ്റ് എന്ന് പറയുന്നത് PSG പോയപ്പോൾ മെസ്സിക്ക് എന്തെങ്കിലും പറ്റിയോ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മൾ എന്തെങ്കിലും പോയിന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഓടി പോകുന്നു PSG മെസ്സിയുടെ കരിയർ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ ഒസ്മാൻ ഡെമ്പലെ എന്തായാലും ബാലൻ ഡിയോറിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും എനിക്ക് തോന്നുന്നു റയൽ ഫാൻസ് പോലും ഒരു സംശയമില്ലാതെ ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് യെസ് ഹി ഡിസേർവ്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒസ്മാൻ ഡെമ്പലയുടെ ആ ടൈമിലെ ഗോൾസും ഗോൾ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഇതിനുള്ള സംഭവങ്ങൾ വെച്ച് നമുക്ക് മെസ്സി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2022-23 മെസ്സിയെ വെച്ച് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 55 മത്സരങ്ങളാണ് ആര് കളിച്ചത്, മെസ്സി കളിച്ചത്. ആൻഡ് ഒസ്മാൻ ഡെമ്പലെ 49. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സി 32 ഗോൾ അടിച്ചപ്പോൾ ഒസ്മാൻ ഡെമ്പലെ അടിച്ചിരിക്കുന്നത് 33. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ 25 മെസ്സിയും 15 മാത്രമേ ഒസ്മാൻ ഡെമ്പലേക്ക് പറ്റിയിട്ടുള്ളൂ. ഇനി കീ പാസസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 മുതൽ 2.7 വരെയാണ് മെസ്സിക്കുള്ളത്. ആൻഡ് ഒസ്മാൻ ഡെമ്പലേക്ക് 3.3, അത് ലീഗിലെ മാത്രമാണ് പറയുന്നത്. ഇനി ട്രോഫീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് എന്നുള്ളതാണ് ഒസ്മാൻ ഡെമ്പലയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ചിലർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ബാലൻ ഡിയോർ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് മെസ്സി അവിടെ കാഴ്ചവെച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും അംഗീകരിക്കണ്ട, പക്ഷെ ഇതൊക്കെ ഉള്ളതല്ലേ അല്ലേ അല്ലേ അല്ലേ